ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ക്രിസ്മസ് രാവ് കൂടി ഇങ്ങ് വരവായി. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്മസിന് സ്റ്റാർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ആഘോഷം. അപ്പോൾ ഇന്ന് വിപണിയിൽ വിവിധ തരത്തിലുള്ള, അതായത് വിവിധ ഷേപ്പിലും വിവിധ നിറത്തിലും പല തീമിലുമുള്ള ക്രിസ്മസ് സ്റ്റാറുകൾ അവൈലബിൾ ആണ്. പണ്ടൊക്കെ പേപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്ഥാനം മുഴുവൻ പരന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള LED സ്റ്റാറിനാണ്. പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്കിഷ്ടം നമ്മുടെ പണ്ടത്തെ പേപ്പർ സ്റ്റാർ തന്നെ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കടയിൽ പോയി നല്ല അടിപൊളി ക്രിസ്മസ് സ്റ്റാറൊക്കെ മേടിക്കാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. പക്ഷേ ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ വീടിൻ്റെ അകത്തെ ഒരു സ്റ്റെയർ കേസിലോ അല്ലെങ്കിൽ കൂടി വന്ന നമ്മൾ മുറ്റത്തോ ആണ് ഇത് വയ്ക്കാറുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ക്രിസ്മസ് സ്റ്റാറിന് മരത്തിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ അങ്ങ് നല്ല ഹൈറ്റുള്ള സ്ട്രക്ചറിൻ്റെ മുകളിലോ ഒക്കെ കയറ്റണം എന്ന് നല്ല ആഗ്രഹം കാണും. പക്ഷെ മെനക്കേട് കൊണ്ട് നമ്മളത് ചെയ്യാൻ നിൽക്കാറില്ല. അത്രമേൽ താല്പര്യമുള്ളവർ പിന്നെയും വയറൊക്കെ വലിച്ച് സംഗതി സെറ്റാക്കി ഇടും. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് സ്റ്റാർ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നതിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാധനം വയറിങ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് നമുക്ക് ക്രിസ്മസ് സ്റ്റാറിന് വേണ്ടി മാത്രമുള്ള ഒരു സോളാർ ഇൻവേർട്ടർ എങ്ങനെ ഉണ്ടാക്കാം. അതായത് അത്യാവശ്യം ഒരു ചെറിയ സോളാർ പാനൽ, ഒരു സ്വിച്ച് ബോക്സിൻ്റെ അത്രയും സൈസുള്ള ഒരു സർക്യൂട്ടും വെച്ചിട്ട് നമുക്ക് ഔട്ട്ഡോർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് വയ്ക്കാം. പകൽ സമയത്ത് ഓട്ടോമാറ്റിക്കലി സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് ചാർജ് ചെയ്യും, രാത്രി മുഴുവൻ കത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ആയാലോ. വളരെ സിമ്പിൾ സർക്യൂട്ട് ആണെങ്കിൽ കൂടി അത് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു പോർട്ടബിൾ ഇൻവേർട്ടർ ഉണ്ടാക്കുന്ന വഴി അത്യാവശ്യ യാത്രകളിലൊക്കെ ഒരു എമർജൻസിക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഒട്ടും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സോളാർ ബേസ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറിൻ്റെ ഇൻവെർട്ടർ സർക്യൂട്ട്. ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേറ്റർ സെക്ഷനാണ്. അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് DC-നെ AC ആക്കി മാറ്റുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് നോക്കാം. നമ്മൾ ഈ VCC എന്ന് പറയുന്നത് അഥവാ പവർ സപ്ലൈയുടെ പോസിറ്റീവ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രൽ ടാപ്പിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന ഫീഡ്ബാക്കാണ് തിരിച്ച് ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. 3 എന്ന് പറയുന്നത് നമ്മൾ കളക്ടറിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പവർ സപ്ലൈയുടെ പോസിറ്റീവ് പോർഷൻ അഥവാ VCCയുടെ ഒരു ചെറിയ പോർഷൻ ഫീഡ്ബാക്ക് വഴി 220 ഓം റെസിസ്റ്റർ വഴി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെത്തുന്നു. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓണാവും. ട്രാൻസിസ്റ്റർ ഓണായി കഴിയുമ്പോഴേക്കും ഈ 3നും 2നും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ രൂപപ്പെടും. അതായത് ഈ പറയുന്ന മൂന്നാമത്തെ ടെർമിനലിൽ ട്രാൻസിസ്റ്ററിനെ ഗ്രൗണ്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു കോയിൽ ഒരു EMF എന്തായാലും എത്തുമല്ലോ. അത് എത്തിക്കഴിയുമ്പോഴേക്കും ഈ പറയുന്ന രണ്ടാമത്തെ ടെർമിനൽ ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് EMF നമ്മുടെ 1 എന്ന് പറയുന്ന ടെർമിനലിൽ രൂപപ്പെടുന്നു. അതായത് ഒരു മൈനസ് വോൾട്ടേജ്. ഈ മൈനസ് വോൾട്ടേജ് നേരെ ചെല്ലുന്നത് 220 ഓം വഴി നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫാവും. ഓഫായി കഴിയുമ്പോൾ വീണ്ടും ഈ പറയുന്ന പോസിറ്റീവ് സൈക്കിള് അല്ലെങ്കിൽ ആ പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ നേരെ ഒന്നാമത്തെ ടെർമിനൽ വഴി വീണ്ടും ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ എത്തുന്നു. ട്രാൻസിസ്റ്റർ ഓണാവുന്നു. ഓണാകുമ്പോൾ തിരിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇതുവഴി എത്തി ഓഫാക്കുന്നു. അങ്ങനെ ഈ പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വരുന്നതോടുകൂടി ട്രാൻസിസ്റ്റർ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കപ്പാസിറ്റർ നമ്മൾ ഓപ്ഷണലായിട്ടാട്ടോ കൊടുത്തേക്കുന്നത്. അതായത് ഇൻ കേസ് ഓസിലേഷൻസ് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ മാത്രം അത് ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓസിലേഷൻ സംഭവിച്ച് പ്രൈമറിയിൽ ഉണ്ടാകുന്ന ആ ഒരു വോൾട്ടേജ് പൾസസ് തീർച്ചയായിട്ടും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് 303 അല്ലെങ്കിൽ 606-ൻ്റെ. അപ്പോൾ എന്തായാലും നമ്മൾ പ്രൈമറി കൊടുക്കുന്നതിന് ഔട്ട്പുട്ട് ഏകദേശം 150 തൊട്ട് 230 വോൾട്ടാക്കി മാറ്റുന്നു. ഒരു കപ്പാസിറ്ററും കൂടെ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഹൈ ഫ്രീക്വൻസി ഹാർമോണിക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഇൻവേർട്ടർ സെക്ഷൻ ആണെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ചാർജിങ് സർക്യൂട്ട് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് പൂർണ്ണമായിട്ട് സോളാർ പാനലിൽ ചാർജ് ചെയ്യുന്നതാണല്ലോ.
അപ്പോൾ ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണോ സോളാർ പാനലിൽ നിന്നുള്ള എനർജി വരുന്നത് അപ്പോൾ ഈ പറയുന്ന സർക്യൂട്ടിനെ കട്ട് ഓഫ് ആക്കും. ഇനിയും സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് നമ്മുടെ ഫസ്റ്റ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെത്തി പോസിറ്റീവ് ആവുന്നു. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ട് അതിലേക്ക് ഗ്രൗണ്ട് ചെയ്യുന്നു. അപ്പം നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ പോസിറ്റീവ് കിട്ടി ഗ്രൗണ്ട് ആക്കുന്നത് വഴി ആ ഇൻവെർട്ടർ സെക്ഷൻ അങ്ങ് കട്ട് ഓഫ് ആവും. അപ്പം നമ്മുടെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരത്തില്ല. അപ്പോൾ ഇതുവഴി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ ബാറ്ററി നമുക്ക് അതുവഴി സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ഒന്ന്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് 2600 mAh ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതേപോലെ 3800 mAh ബാറ്ററി ഉണ്ട്. അതങ്ങനെ അത്രയും റേറ്റിംഗ് കാണിക്കുമെങ്കിലും എനിക്ക് കൂടുതൽ പെർഫോമൻസ് കിട്ടിയത് പക്ഷേ 2600 mAh ഈ ബാറ്ററിയാണ്. അതെടുക്കുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിനൊരു ഹോൾഡറും കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്, ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ ഈ ലിഥിയം അയൺ ബാറ്ററിയെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലിപ്പോ ചാർജർ മൊഡ്യൂൾ ഒന്ന്. അതുപോലെ തന്നെ നമുക്ക് ഒരു 6 വോൾട്ട് 100 mAh സോളാർ പാനൽ ഒരെണ്ണം വേണം. അപ്പോൾ ഈ സോളാർ പാനൽ ഇച്ചിരി വലുതാണെങ്കിലും കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആവും. അപ്പോൾ എന്തായാലും ഫുൾ ഡേ ഇടുമ്പോൾ ഇതൊക്കെ ധാരാളം മതി. കാരണം എപ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ 6 വോൾട്ട് 100 mAh ധാരാളമാണ്. ഇനി നമ്മൾ ട്രാൻസ്ഫോമർ നോക്കുവാണെങ്കിൽ 303 500 mAh അല്ലെങ്കിൽ 606ൻ്റെ യൂസ് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. വളരെ ഒതുക്കമായിട്ടുകൊണ്ടാണ് ഞാൻ 303 ഇവിടെ ചൂസ് ചെയ്തത്. ഇനി നമ്മുടെ ഈ ട്രാൻസ്ഫോമറിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. D850 അല്ലെങ്കിൽ C850ൻ്റെ ട്രാൻസിസ്റ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഹീറ്റ് ഡിസ്പേറ്റ് ചെയ്യും. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ഈ മെയിൻ ട്രാൻസിസ്റ്ററിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആക്കാൻ സഹായിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ കൂടിയുണ്ട്, അതാണ് BC547. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ കമ്പോണൻസ് വേണം നോക്കാം. 220 Ω 1 വാട്ടിൻ്റെ റെസിസ്റ്റർ ഒന്ന്, അതുപോലെ 50K അഥവാ 15K റെസിസ്റ്റർ ഒന്ന്. കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ 473 അഥവാ 0.047 മൈക്രോഫാരഡ് 400 വോൾട്ടിൻ്റെ ഒന്ന്, 103 അഥവാ 0.01 മൈക്രോഫാരഡ് 1 kV ഒന്ന്. പിന്നെ നമുക്ക് നല്ലൊരു എൻക്ലോഷർ, നമ്മുടെ 4x4 സ്വിച്ച് ബോക്സ് ധാരാളം മതി. പിന്നെ ഒരു 6 ആംപിയറിൻ്റെ സ്വിച്ച്, 6 ആംപിയറിൻ്റെ സോക്കറ്റ്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരു 2 പിൻ ടോപ്പും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ചെയ്യാം, സോളാർ പാനൽ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് ചാർജർ. അപ്പോൾ ഇതങ്ങ് ആദ്യം ചെയ്യുന്നത് വഴി നമ്മുടെ ബാറ്ററി അങ്ങ് ചാർജ് ചെയ്ത് വയ്ക്കാം ബാക്കി സർക്യൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം ഇതേപോലെ കൃത്യമായിട്ട് ആ ഒരു സ്കിമാറ്റിക്കിൻ്റെ മുകളിൽ എടുത്തു വയ്ക്കുവാണെങ്കിൽ നമുക്ക് സോൾഡർ ചെയ്യാൻ നേരത്തെ സാധനങ്ങൾ തപ്പി സമയം കളയണ്ട, കൃത്യമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ സെക്ഷനിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് കൃത്യമായിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ശീലം എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് സോളാർ പാനലിൽ ഈ ചാർജർ മൊഡ്യൂളുമായിട്ട് കണക്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് സെറ്റാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സോളാർ പാനൽ ഒന്ന് സോൾഡർ ചെയ്യണം. അപ്പോൾ ഇത് സോൾഡർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം, കാരണം വളരെ വീക്കായിട്ടുള്ള ലീഡുകളാണ്. സോൾഡറിങ്ങിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ലീഡുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവിടെ ഗ്ലൂ സ്റ്റിക്കോ എന്തെങ്കിലും പശയൊക്കെ ഒട്ടിക്കുന്നത് നല്ലതാണ്. എന്തായാലും നമ്മളിത് ഇപ്പം ചെക്ക് ചെയ്തപ്പം 3.9 അല്ലെങ്കിൽ 4 അടുത്ത് വോൾട്ടേജ് ഇൻഡോറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഔട്ട്ഡോർ എടുക്കുമ്പോഴേക്കും 5.24 കാണിക്കുന്നുണ്ട്. ഇത് മാക്സിമം ലൈറ്റ് എത്തിയ 6 വോൾട്ട് വരെ കിട്ടും. ഇനി നമുക്ക് ഈ പറയുന്ന ലിപ്പോ ചാർജർ മൊഡ്യൂൾ സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്ക് USB വഴി കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, സിമ്പിളായിട്ട് അങ്ങനെ കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്ററി, അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന വയറുകൾ സോൾഡർ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ 2.14 കാണിക്കുന്നുള്ളൂ, കാരണം ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത ഒരു ബാറ്ററിയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഉള്ള സമയം കൊണ്ട് ഇതങ്ങ് ചാർജ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി സർക്യൂട്ടും ചെയ്യാം. അപ്പോൾ നല്ല സൂര്യപ്രകാശത്തിൽ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ചാർജ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ സെക്ഷൻ അഥവാ ഇൻവെർട്ടർ സെക്ഷൻ നമുക്കങ്ങ് അസംബിൾ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിനെ കൃത്യമായിട്ട് ഒരു ഹീറ്റ് സിങ്ക് വഴി സ്ക്രൂ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ സോൾഡറിങ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എമിറ്റർ ബേസ് കളക്ടർ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ വയർ ലീഡ് ഉപയോഗിച്ച് ചെയ്യുക. ഒരു സ്ലീവും കൂടെ ഇടുവാണെങ്കിൽ അത് കോൺടാക്ട് തമ്മിൽ ഷോർട്ട് ആവാതെ ഇരിക്കും. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ട്രാൻസ്ഫോമറുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്നെ മൂന്നാമത്തെ ടെർമിനൽ, അതായത് ട്രാൻസ്ഫോമറിൻ്റെ ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് കൊടുക്കാം, അത് കൃത്യമായിട്ട് തന്നെ ഇൻ്റർകണക്ട് ചെയ്യുക.
ഇപ്പോൾ നമ്മൾ കളക്ടർ കൊടുത്തു. അടുത്തതായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും അടങ്ങുന്ന നെറ്റ്വർക്ക്. കപ്പാസിറ്റർ ഓപ്ഷണലാണ്. ആദ്യം നമുക്ക് റെസിസ്റ്റർ ഒന്ന് കൊടുത്തു നോക്കാം. റെസിസ്റ്റർ കൊടുത്ത് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ സോൾഡർ ചെയ്യുക. എന്തായാലും സർക്യൂട്ടൊക്കെ അസംബിൾ ചെയ്ത് കുറച്ച് സമയത്തെ ബ്രേക്കിന് ശേഷം ഞാൻ പുറമേ വെച്ച ആ സോളാർ പാനലും ബാറ്ററിയും എടുക്കുകയാണ്. ഇപ്പോൾ ഇത് ചാർജായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ 3.76 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ളി ചാർജറാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബാറ്ററിയുടെ കണക്ഷൻ, അതായത് പോസിറ്റീവും നെഗറ്റീവും നമുക്ക് നേരെ തന്നെ നമ്മുടെ ഈ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് എമിറ്റർ ടെർമിനലും പിന്നെ സെൻട്രൽ ടാപ്പിടുമായിട്ട്. ഔട്ട്പുട്ട് നിയോൺ ബൾബ് കൊടുത്തിട്ടുണ്ട്. എന്താ റിസൾട്ട് എന്ന് നോക്കാം. അടിപൊളി. നമ്മൾ കൊടുത്ത മാത്രമേ തന്നെ ഔട്ട്പുട്ടിൽ നിയോൺ ബൾബ് കത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ DC AC ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല സന്തോഷത്തോടെ ജ്വലിച്ച് നിൽക്കുന്ന ആ നിയോൺ ബൾബ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് സെറ്റായിരിക്കുന്നു. വോൾട്ടേജ് നോക്കുവാണെങ്കിൽ 175 ഒന്നുകൂടെ ഞാൻ കൊടുത്ത് നോക്കട്ടെ. 174 വോൾട്ട് കാണിക്കുന്നുണ്ട്. ധാരാളം മതി, ഒരു സ്റ്റാറൊക്കെ കത്തിക്കാൻ ഇത് ധാരാളം. അപ്പോൾ എന്തായാലും ഇത് സെൽഫ് സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന മാത്രമേ തന്നെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഞാൻ 2-3 തവണ ചെക്ക് ചെയ്തു. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു 0.5 വാട്ടിൻ്റെ LED ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ 3.7 വോൾട്ടിൻ്റെ ബാറ്ററി ഡയറക്റ്റായിട്ട് ഞാൻ കൊടുക്കുവാണ്. കണ്ടോ, കൊടുത്ത മാത്രമേ തന്നെ കത്തി. നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവായിട്ട്. അപ്പം നമ്മുടെ ഈ പറയുന്ന സർക്യൂട്ട് എന്തായാലും സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ സെൽഫ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് കപ്പാസിറ്റർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ ചൂടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കണം. വലിയ ചൂടൊന്നുമില്ല, 3.7 വോൾട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് വലിയ ഹെവി ലോഡൊന്നുമല്ല, ഇതേപോലത്തെ ലൈറ്റ് ലോഡായിട്ടുണ്ട്. 6 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ ഒരു കപ്പാസിറ്റർ കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്, ഹാർമോണിക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി അതിൻ്റെ കട്ട് ഓഫ് സെക്ഷൻ നോക്കാം. ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കുള്ള വയറാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുമ്പോൾ കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ ഇത് ട്രാൻസിസ്റ്റർ വഴിയാണ് നമ്മൾ ഈ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് സോളാർ പാനലിൽ വോൾട്ടേജ് വരുമ്പോൾ ഇത് നമ്മുടെ ബാറ്ററിയുടെ ഗ്രൗണ്ടുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെ കട്ട് ഓഫ് ആവും. അപ്പോൾ ഇങ്ങനെ കട്ട് ഓഫ് ആവുന്ന വഴി നമുക്ക് പകൽ സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇത് സർക്യൂട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് BC547 എടുത്തിട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിലേക്കാണ് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന സിഗ്നൽ കൊടുക്കേണ്ടത്. പിന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനലിൽ നമ്മൾ ഒരു എക്സ്ട്രാ വയർ വലിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് ഇത്രയും പവർ എടുക്കുന്ന ഈ ഒരു ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ ഈ പറയുന്ന BC547 ട്രാൻസിസ്റ്റർ ധാരാളം മതി. ഇവൻ വിചാരിച്ചാൽ മറ്റവനെ കട്ട് ഓഫ് ആക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ആനയുടെ പുറകിലിരിക്കുന്ന ഒരു തോട്ടിയാണ് ഈ ട്രാൻസിസ്റ്റർ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു സെക്ഷനും കൂടെ നമ്മൾ അസംബിൾ ചെയ്തു. കൃത്യമായിട്ട് തന്നെ ട്രാൻസിസ്റ്ററെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സർക്യൂട്ടിൻ്റെ വയറിങ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ വലിച്ചു വാരി നിരന്ന് കിടക്കുവാണ് വയറുകൾ. അപ്പോൾ നമുക്കിതെല്ലാം വൃത്തിയായിട്ട് നന്നായിട്ട് അസംബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അസംബ്ലിംഗ് സ്റ്റെപ്പ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ സ്വിച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ നീല വയറിൽ ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ആ സോക്കറ്റുമായിട്ടും കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് അഴിച്ച് ബാക്കി കണക്ഷൻസ് എല്ലാം കൊടുക്കാം. അപ്പം നമ്മുടെ മിനി സോളാർ ഇൻവെർട്ടർ ബോക്സ് സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുത്തായിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇത് ഔട്ട്ഡോർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യവും കൂടി ഓർത്തോണം. നമ്മളിപ്പം ചെയ്തേക്കുന്ന സാധാരണ PVC ബോക്സ് ആണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് തന്നെ വാഷറുള്ള ടൈപ്പും കൂടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ വെള്ളം കയറാതെ വാട്ടർ പ്രൂഫായിട്ട് ഇരുന്നോളും. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വയ്ക്കാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ 7 വാട്ടിൻ്റെ LED ബൾബാണ് യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, സ്വിച്ച് ഇട്ട മാത്രമേ തന്നെ ഔട്ട്പുട്ട് നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് ഒരിക്കലും ഫേക്കൊന്നുമല്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ അടിയിൽ വേറെ വയറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ബോക്സിൽ തന്നെയാണ് എല്ലാ സർക്യൂട്ടും ഉള്ളത്. ഇനി നമുക്ക് ഈ ബൾബിൻ്റെ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഒന്ന് പരിശോധിക്കാം. അതായത് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ബൾബ് ഓഫായിരിക്കും, ഇരുട്ടായിരിക്കുമ്പോൾ ഓണാവും. അപ്പോൾ കൈകൊണ്ട് പൊത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിയാൽ ഇതേപോലെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പോർട്ടബിളായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, അതിനൊരു ഔട്ട്ലെറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഔട്ട്ഡോറിലൊക്കെ ആണെങ്കിലും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ LED സ്റ്റാർ കൊടുക്കുവാണ്. ഇപ്പോൾ പകൽ സമയം ആയതുകൊണ്ടാണ് ഇത് കത്താത്തത്, കാരണം ഓട്ടോമാറ്റിക് മോഡിൽ ഇപ്പോൾ അത് ഓഫായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി നമ്മുടെ ക്രിസ്മസ് സ്റ്റാറിൻ്റെ ഒക്കെ അകത്തെ റെക്ടിഫയർ സർക്യൂട്ടും ചിപ്പൊക്കെ നോക്കുവാണെങ്കിൽ ഇത് ആകെപ്പാടെ കറണ്ട് എടുക്കുന്ന 1 ആംപിയർ താഴെയുള്ളൂ, വളരെ കുറവ് മില്ലി ആംപിയറുകളെ എടുക്കുന്നുള്ളൂ. അത് കാരണം ലോങ് ബാക്കപ്പ് നമുക്ക് ഗ്യാരണ്ടീഡാണ്. ഇപ്പോൾ ഇത് നോക്കിയാൽ ഞാൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ ഈ 4 ബൾബും സ്റ്റാറും എല്ലാം കത്തിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും ലോഡിങ് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. എല്ലാം നല്ല ഫുൾ ബ്രൈറ്റിൽ തന്നെയാണ് കത്തുന്നത്. നമ്മുടെ ഈ ക്രിസ്മസ് സ്റ്റാറിനെ ഞാൻ ഈ പുളിമരത്തിൻ്റെ മണ്ടയിലേക്ക് തൂക്കിയേക്കുവാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് കവറിങ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് നിങ്ങളുടെ ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അത് കഴിയുമ്പോൾ കവറിങ് എല്ലാം ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഈ ക്രിസ്മസ് സ്റ്റാർ നേരിട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇത്രയും ദൂരം വയറ് വലിക്കണം. വയറ് വലിച്ച് വീടിൻ്റെ ആ ഒരു ട്യൂബിൻ്റെ പോയിന്റിൽ കൊണ്ട് കണക്ട് ചെയ്യേണ്ടി വന്നേനെ. അത്രയും വയറും നീളവും വേണം. പിന്നെ അത് മാത്രമല്ല, ഒരു വൃത്തികേട ഒരു ഏങ്കോണി പോയി വയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നത്. അത് മാത്രമല്ല, സോളാറിൽ നിന്നായതുകൊണ്ട് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ രാത്രിയായി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു ഇങ്ങനെ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തുടങ്ങി വെച്ചത് ഒരു ഓസിലേറ്റർ സർക്യൂട്ടിൽ നിന്നാണ്. ഈ ഓസിലേറ്റർ സർക്യൂട്ടിനെ എങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗാഡ്ജറ്റാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. അടിസ്ഥാന തത്വങ്ങളെ എപ്പോഴാണോ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്, അപ്പോഴാണ് സയൻസ് ടെക്നോളജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിനി സോളാർ ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോബി ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രോണിക് സ്ട്രിപ്പുകൾ, വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക്സ് മെഷീനറികൾ, ഇതിൻ്റെയൊക്കെ വീഡിയോകളുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ കണ്ടു നോക്കുക. ഇനി കുറച്ച് പേർക്കെങ്കിലും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഇതൊക്കെ ഓൾറെഡി ഉള്ള സാധനങ്ങളല്ലേ, പഴയ ഐഡിയകളല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ റെഡിമെയ്ഡായിട്ട്, അപ്പോൾ എന്തിനാണ് കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ നിർമ്മിക്കുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ചെയ്യുന്ന എത്ര ചെറിയ സർക്യൂട്ട് ആണെങ്കിൽ കൂടി, ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ച സാധനമാണെങ്കിൽ കൂടി, അത് നമ്മൾ ഹാൻഡ്സ് ഓൺ നമ്മൾ ട്രെയിനിങ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത് വഴി നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് അതിൽ നിന്ന് കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. അതുതന്നെയല്ല, ഒരറിവും പഴയതാവുന്നില്ല. പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് അതെപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഐഡിയ തന്നെയായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 1-ാം ക്ലാസ്സിലെ അറിവെന്ന് പറയുന്നത് നിസ്സാരമാണ്, ചെറുതാണ്, ഓൾറെഡി ഉള്ള കാര്യമാണ്. പക്ഷേ അത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അത് വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ വഴി വലിയ വലിയ സ്റ്റെപ്പുകൾ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ അനന്തശങ്കർ സൈനിങ് ഓഫ്.